നമസ്കാരം, ഞാൻ യജു ഭാരതം. നോയമ്പായതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇത് 3-ാം മാസം, കഴിഞ്ഞ മാസം ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ ആണ്. അത് ചെയ്യാൻ വെച്ചപ്പോഴാണ് നോയമ്പ് വന്നത്. എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട്, നോയമ്പ് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ചെയ്യാമല്ലോ എന്നോർത്തിട്ടാണ് ചെയ്യാഞ്ഞത്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹായിയും എന്തെങ്കിലും ഒരു കാര്യം സംശയമുണ്ടെങ്കിൽ പറഞ്ഞു തരികയും ചെയ്ത ബഹുമാനപ്പെട്ട, വളരെയധികം ബഹുമാനിക്കുന്ന, വളരെയധികം സ്നേഹിക്കുന്ന വാസുദേന്ദ്ര ബാബു എന്ന മാധ്യമപ്രവർത്തകനും ആദ്യകാല നെക്സലൈറ്റുമായ വാസുദേന്ദ്ര ബാബു 3-ാം മാസം 7-ാം തീയതി 2024 മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ശിരസ് നമിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ശിരസ് നമിക്കുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഞാനൊന്ന് പുതുക്കുന്നു. നല്ല മനുഷ്യനായിരുന്നു. എന്ത് സംശയം ചോദിച്ചാലും അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയും എനിക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞ്, അവരൊക്കെ എന്നെക്കാട്ടി വിവരം കൂടുതലുള്ളവരെ, അപ്പം അവർക്ക് അറിയാവുന്ന ഭാഷയിലല്ല, എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്ക് ലളിതമായും സുന്ദരമായും കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട വാസുദേന്ദ്ര ബാബു മരണപ്പെട്ടു. ഇപ്പോൾ 1 മാസം തികഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടെ നമിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ യജു ഭാരതം. നിങ്ങൾ ആരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എന്നെ ഒന്ന് അറിയിക്കുക. അത് മറ്റ് യൂട്യൂബർമാർ പറയുന്ന പോലെ കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുകയല്ല. നിങ്ങൾ ഞാനാണ് ഇന്നയാളാണെന്ന് ആ കമൻറ്റ് ബോക്സിൽ പോയി ആ പേരൊന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ട് എന്നെനിക്കറിയാം. എൻ്റെ വീഡിയോ ഏറ്റവും കുറഞ്ഞത് 20 പേരെങ്കിലും കാണുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 20 പേരിൽ നിങ്ങളുടെ പേരെന്താണ് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കത് വായിച്ചെടുക്കാമായിരുന്നു. കമ്പ്യൂട്ടർ തന്നെ വായിച്ചു തരികയാണ്, ഞാൻ തന്നെ വായിക്കുകയല്ല. അങ്ങനെ ഒരുപാട് പരിമിതിയുള്ള മനുഷ്യനാണ്. അപ്പം വാസുദേന്ദ്ര ബാബുവിന് ഒരിക്കൽ കൂടെ ഓർമ്മയിൽ നമിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം യജു ഭാരതം. നെജു ഭാരതം വാട്സപ്പ് 9447843740. നെജു ഭാരതം യൂട്യൂബ് NEJU നെജു BHARATHAM ഭാരതം.